കേരള രാഷ്ട്രീയം ഇന്ന് കൊടുങ്കാറ്റിലാണ്. സ്വർണ്ണക്കടത്ത് വിവാദങ്ങളിൽ ഭരണകൂടം പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പോലീസ് സേന ദുരുപയോഗം ചെയ്യുന്നു എന്ന വാർത്ത ഗുരുതരമായ ആരോപണങ്ങൾ കൂടി എത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിരൽ ചൂണ്ടുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അർദ്ധരാത്രിയിൽ പോലീസ് നടത്തുന്ന വീട് വളഞ്ഞുള്ള അറസ്റ്റുകൾ ജനാധിപത്യ കേരളത്തിന് അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ അടിച്ചമർത്തലുകൾ CPM-ന് തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ കാണുന്നത്. കോൺഗ്രസ് നേതാവ് N. സുബ്രഹ്മണ്യനെ പുലർച്ചെ വീട്ടിൽ കയറി പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ സർക്കാരിനുണ്ടായ വിറയലിന്റെ തെളിവാണ്. മുഖ്യമന്ത്രിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ചിത്രം പ്രചരിപ്പിച്ചു എന്ന നിസ്സാര ആരോപണത്തിന്റെ പേരിലായിരുന്നു ഈ നടപടി. എന്നാൽ താൻ പങ്കുവച്ച ചിത്രം 100% ഒറിജിനൽ ആണെന്നും അത് എഡിറ്റ് ചെയ്തതല്ല എന്നും സുബ്രഹ്മണ്യൻ ഉറപ്പിച്ചു പറയുന്നു. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന വിഷ്വലുകൾ PRD പുറത്തുവിട്ടാൽ സത്യം പുറത്തുവരുമെന്നും അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. ജാമ്യം ലഭിക്കാവുന്ന നിസ്സാര കേസുകളിൽ പോലും നോട്ടീസ് നൽകാതെ നേതാക്കളെ വേട്ടയാടാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പോലീസുകാർ സർക്കാരിന്റെ വേട്ടപ്പട്ടികളെ പോലെയാണ് പെരുമാറുന്നത് എന്ന കടുത്ത വിമർശനമാണ് ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ സുബ്രഹ്മണ്യൻ നടത്തിയത്. സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള സർക്കാരിന്റെ ഗൂഢതന്ത്രമാണിതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഫോൺ പിടിച്ചെടുക്കുന്നതും അർദ്ധരാത്രിയിൽ വീട് വളയുന്നതും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഇവിടെ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുമ്പോൾ അവസാനം എല്ലാം ചെന്ന് പതിക്കുന്നത് മുഖ്യന്റെ മുന്നിലേക്കാണ്. നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഫോട്ടോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊക്കെ പോലീസിന് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. PRD കയ്യിൽ മുഖ്യമന്ത്രി ഇറങ്ങുന്നത് മുതൽ മുഖ്യമന്ത്രി വണ്ടിയിൽ കയറുന്നത് വരെ ഉള്ള എല്ലാ വിഷ്വൽസും ഉണ്ടാവും. എഡിറ്റ് ചെയ്യാതെ കിട്ടിയാൽ അതിനകത്ത് ഈ പടം അത് പുറത്തു വിടുന്നില്ലെങ്കിൽ PRDക്ക് ഞാൻ വിവരാവകാശ നിയമപ്രകാരം ഇപ്പം പരാതി കൊടുക്കാൻ പോവുകയാണ്. എനിക്ക് ആ വിഷ്വൽസ് വേണം. 100% ഒറിജിനൽ ഫോട്ടോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊക്കെ പോലീസിന് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ എഡിറ്റർ എന്നുള്ള നിലക്ക് എൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എൻ്റെ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന ജോലി മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ക്രിയേഷൻ ഒന്നും നടത്തുന്നില്ല. ഞാൻ കൊടുക്കുന്ന ഫോട്ടോകൾ, ഞാൻ കൊടുക്കുന്ന സ്റ്റിക്കറുകൾ, ഞാൻ കൊടുക്കുന്ന വിഷ്വൽസ് അതൊക്കെ എനിക്ക് വേണ്ടി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന പണി മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയാണ്. ഇപ്പോഴും ആ സോഷ്യൽ മീഡിയയിൽ അത് കിടക്കുന്നുണ്ട്. നമ്മൾ പോലീസിനെ ഇപ്പോൾ ബോധ്യപ്പെടുത്തി കൊടുക്കൂ. അത് നിലവിൽ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നിർദ്ദേശിച്ച ഫോട്ടോകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്, ഇന്നുമുണ്ട്, അവൈലബിൾ ആണ്. അല്ല, അത് എനിക്ക് കുറെ കൂടി വ്യക്തമായ മറ്റത് മതി എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, സതുദ്ദേശപരമായിട്ടാണ്. അല്ലാതെ അല്ല, ഇപ്പം എൻ്റെ ഫേസ്ബുക്കിൽ വാളിലുള്ള ഫോട്ടോ മതി എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രത്യേകമായ കാരണമൊന്നുമില്ല. ഇല്ലല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ല, ഇപ്പോഴും ഇല്ല. അങ്ങനെയല്ല, അല്ല, ഒറിജിനൽ ഫോട്ടോ ആണ്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ മുഖ്യമന്ത്രിയുടെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പുറത്തുവിട്ടൊരു വീഡിയോ ആണ്. സാധാരണ രീതിയിൽ PRD വകുപ്പ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളുടെയും ഫുൾ വീഡിയോ അവരുടെ കയ്യിലുണ്ടാകും. ആ ഫുൾ വീഡിയോ പുറത്തു വിട്ടാൽ ഞാൻ ആദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ട ആ വിഷ്വൽസ് ആ വീഡിയോയിലുണ്ട്. ചെവിക്ക് പിടിക്കുന്നല്ല, വളരെ കുറെ കൂടി ക്ലോസ് ആയി സംസാരിക്കുന്ന ചിത്രം, കുറെ കൂടി സംസാരിക്കുന്ന ഫോട്ടോ ആണ് ഇത്. ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ പരിപാടികളൊക്കെ PRD കവർ ചെയ്യുന്നുണ്ട്. ആ PRD കയ്യിൽ മുഖ്യമന്ത്രി ഇറങ്ങുന്നത് മുതൽ മുഖ്യമന്ത്രി വണ്ടിയിൽ കയറുന്നത് വരെ ഉള്ള എല്ലാ വിഷ്വൽസും ഉണ്ടാവും. എഡിറ്റ് ചെയ്യാതെ കിട്ടിയാൽ അതിനകത്ത് ഈ പടം പുറത്തുവിടണം. ഒന്നുമില്ല, അത് പുറത്തുവിടുന്നില്ലെങ്കിൽ PRDക്ക് ഞാൻ വിവരാവകാശ നിയമപ്രകാരം ഇപ്പം പരാതി കൊടുക്കാൻ പോവുകയാണ്. എനിക്ക് ആ വിഷ്വൽസ് വേണം. ഇന്ന് വളരെ സൗഹാർദ്ദപരമായാണ് പോലീസ് എന്നോട് പെരുമാറിയത്. ഞാൻ ഇന്നോ നാളെയോ PRDക്ക് മുഖ്യമന്ത്രി പങ്കെടുത്ത ആ ചടങ്ങിൻ്റെ മുഴുവൻ വീഡിയോയും എഡിറ്റ് ചെയ്യാതെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കും. നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകും. 100% ഒറിജിനൽ ഫോട്ടോ. അത് ഇപ്പോഴും ഹാൻഡിലുണ്ടെന്ന്. ഇപ്പോഴും ഒരു മിനിറ്റ്, ഇപ്പോഴും ഫേസ്ബുക്കിൽ ഞാനിപ്പോൾ പോലീസിന് കാണിച്ചു കൊടുത്തു. ഇപ്പോഴും അവർ പരിശോധിക്കട്ടെ. ഫേസ്ബുക്കിൽ ചില അക്കൗണ്ടുകളിൽ ഇപ്പോഴും ആ ഫോട്ടോ ഉണ്ട്. ഇപ്പോഴും സ്റ്റിൽ ഈ സമയത്ത് അതിന് ബാധകല്ലേ?
എൻ്റെ അക്കൗണ്ടിൽ ആ ഫോട്ടോ വന്നാൽ അതുപോലെ വേറെ കാണുന്ന ആളുകൾക്കൊക്കെതിരെ കേസെടുക്കണ്ടേ? BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ്റെ അക്കൗണ്ടിലുള്ള ഫോട്ടോന് എന്താ കേസില്ലാത്തത്? BJP CPM ധാരണയാണോ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വേറെ കേസെടുക്കാത്തത്? ഇതുകൊണ്ടൊന്നും കേരളത്തിലെ സ്വർണ്ണക്കൊള്ള മറയ്ക്കാമെന്ന് ഗവൺമെൻറ് പ്രതീക്ഷിക്കേണ്ട. പോലീസ് സർക്കാരിന് വേണ്ടി ഗുണ്ടപ്പണി ചെയ്യുകയാണ്. വേട്ടപ്പട്ടിയെ പോലെയാണ് കേരളത്തിലെ പോലീസ് പെരുമാറുന്നത്. ബെയിലബിളായ ഒരു കേസിൽ എന്തിനാണ് ഇങ്ങനെ പോലീസ് കസ്റ്റഡി എടുക്കുന്നത്? അങ്ങനെ പോലീസിന് കസ്റ്റഡി എടുക്കാൻ നേരമുണ്ടോ? അങ്ങനെയല്ല, അതൊന്നും എല്ലാം ഒറിജിനലാണ്. എല്ലാം ഒരു അസ്വാഭാവികതയില്ല. എനിക്ക് എൻ്റെ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പടം കിടക്കണ്ട എന്ന് തോന്നിയപ്പോൾ ഞാൻ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അത് കുറേ കൂടി ഭംഗി അതിനാണെന്ന് തോന്നിയോണ്ടാണ്. അവരെ വിട്ടയക്കുന്ന എനിക്ക് തോന്നുന്നത്. അവർ പോയിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് ചോദ്യം ചെയ്തു. അദ്ദേഹം അതിൻ്റെ എല്ലാ വിഷ്വൽസും എവിടെ നിന്നാണെന്ന് കിട്ടിയത്, എങ്ങനെ കിട്ടി, അദ്ദേഹത്തിൻ്റെ ഫോൺ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ വ്യക്തമായ പോലീസിന് ബോധ്യം വരുന്ന രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇന്നും സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഈ പടം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന പടം നിരവധി സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഇപ്പോഴും ഉണ്ട്, ഫേസ്ബുക്കിലുണ്ട്. അവർക്കൊന്നും എന്താ കേസില്ലാത്തവർക്കെതിരായിട്ട്? ഞാനത് പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, എൻ്റെ ഫേസ്ബുക്കിലേക്ക് പേസ്റ്റ് ചെയ്ത് എടുക്കുന്നതിന് മുമ്പ്, കോപ്പി ചെയ്ത് എടുക്കുന്നതിന് മുമ്പ് ഇപ്പോഴും അതേ അക്കൗണ്ടുകളിൽ എവിടെ നിന്നാണോ എടുത്തത് അതേ അക്കൗണ്ടുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താ കേസില്ലാത്തത്? എൻ്റെ ഫോണിൽ 2 ദിവസം കൊണ്ട് തരാമെന്ന് ഒന്നും പറഞ്ഞില്ല. ഏതാ പോലീസ് എൻ്റെ ഫോണിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് പോലീസിന് വിവരം കിട്ടിയെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതിന് സൈബർ വിങ്ങിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം. ആ സർട്ടിഫിക്കറ്റ് കിട്ടി എൻ്റെ ഫോണ് 2 ദിവസം കൊണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. മറ്റേ ഫോണ് വീണ്ടും അപ്ലോഡ് ചെയ്ത ഫോണ് അതിൽ നിന്നാണ് എന്നവർക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അതിലൊരു AI ടൂളും ഇല്ലയെന്ന് അവർക്ക് ബോധ്യം തന്നിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഈ ഫോണുകളിലൊക്കെ AI ടൂൾ ഉണ്ടാവും, AI നിർമ്മിക്കാനാണെങ്കിൽ. എൻ്റെ സഹായിയുടെ കയ്യിലെ ഫോണിൽ AI ടൂളില്ല. AI ടൂളില്ലാതെ AI ചിത്രം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. പരിശോധിച്ചു. എൻ്റെ ഫോണിൽ AI ടൂൾ ഉണ്ട്, പക്ഷേ എൻ്റെ ഫോണിൽ നിന്ന് ഈ പറയുന്ന ഒരു സാധനവും ഉണ്ടാക്കിയിട്ടില്ല. അത് പോലീസിന് ബോധ്യം വന്നു. അദ്ദേഹത്തിൻ്റെ ഫോണിൽ AI ടൂൾ ഇല്ല. ആ AI ടൂൾ ഇല്ലാത്തൊരു ഫോണിൽ നിന്ന് ഇതുണ്ടാക്കാനും പറ്റൂല. ആകെ അദ്ദേഹം ചെയ്തത് ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഇത് കോപ്പി ചെയ്തു. നിങ്ങൾക്കറിയാലോ, കോപ്പി ചെയ്തു. അങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൾഡറിൽ ഇത് വരും. ആ ഫോൾഡറിൽ വന്ന് ക്രോപ്പ് ചെയ്ത് ഇത് അപ്ലോഡ് ചെയ്തു. അത്രയാണ് ചെയ്തത്. ഇതിപ്പോഴും ഉണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമല്ലേ? നമ്മളെ പൂർവ്വസൂരികളൊക്കെ എന്തിനാണ് സമരം ചെയ്തത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനാണ്. ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്താൽ അത് അടിച്ചമർത്തലിനെതിരാണ്. ഇപ്പം കേരളത്തിലെ സ്റ്റാലിൻ യുഗമാണ്. മുഖ്യമന്ത്രിക്കെതിരായി ഒന്നും പറയാൻ പാടില്ല, ഒന്നും പോസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കൊക്കെ ഉള്ള മുമ്പിലുള്ള വഴി ഇതാണ് എന്ന് സൂചിപ്പിക്കാനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസുകാർ മുഖ്യമന്ത്രിയുടെ വേട്ടപ്പട്ടികളെ പോലെ പെരുമാറുകയാണ്. ബെയിലബിളായ ഒരു കേസിൽ പുതിയ നിയമപ്രകാരം എനിക്ക് നോട്ടീസ് തന്ന് എന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വിളിക്കണം. എനിക്ക് ആദ്യം നോട്ടീസ് തന്നില്ലല്ലോ. എന്നെ എന്തിനാണ് വീട്ടിൽ നിന്ന് തൂക്കിക്കൊണ്ടുപോയത്? അത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് കേരളത്തിലെ പോലീസ് സർക്കാരിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള മറയ്ക്കാനാണത്. പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അടുപ്പം ആ വീഡിയോ കിട്ടിയാൽ നമുക്കതിൽ ബോധ്യപ്പെടും. അത് വീഡിയോ തരട്ടെ, എഡിറ്റ് ചെയ്യാതെ. തീർച്ചയായിട്ടും പോവുമല്ലോ. എന്താ സംശയം? നമ്മൾ ഇന്നിപ്പോൾ പോലീസിനോട് സഹകരിച്ചത് ആ പോലീസ് ഒരു നോട്ടീസ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിയമത്തെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ്. നിയമവഴി ഇനിയുണ്ടല്ലോ. നിയമവിരുദ്ധമായി പോലീസ് കസ്റ്റഡിയിലെടുത്തതിന്, എൻ്റെ ഫോണ് പിടിച്ചെടുത്തതിനെതിരായി നിയമ പോരാട്ടം നടത്തും. ബന്ധപ്പെട്ട നിയമവിദഗ്ധരായിട്ട് ആലോചിച്ച് ഞാൻ അതിനുള്ള നടപടികളായിട്ട് മുന്നോട്ട് ഇല്ല, ഒരു കാരണവശാലില്ല. മുഖ്യമന്ത്രിയുടെ ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ സമീപനങ്ങൾക്കെതിരായി, ഇതേപോലെ അധാർമികമായ പ്രവർത്തികൾക്കെതിരായി, രാഷ്ട്രീയ എതിരാളികളെ കേസിൽ കുടുക്കി അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരായി ശക്തമായ പോരാട്ടം മറ്റ് UDF നേതാക്കന്മാർക്കൊപ്പം മുന്നോട്ട് കൊണ്ടുപോകും. നിയമപരമായി ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യും.